പണിമൂല ഭഗവതി അമ്മ അമ്മമാർക്കെല്ലാം ഒരമ്മ. അപ്പൊ എല്ലാവരും ഇങ്ങനെ ആസ്വദിക്കുന്നതിന് പറ്റി ഇങ്ങനെയാണ് ആസ്വദിക്കുന്നത്. അപ്പം തന്നെ എന്ത് തെറ്റ് വന്നാലും അപ്പത്തേക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ അത് പോകും. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ പേടി. നമ്മൾ പറയുമല്ലോ, ഏത് അമ്പലത്തിൽ വേണമെങ്കിലും അവിടുത്തെ ദേവിയുടെ ഒരു വിളി വന്നാലേ നമുക്ക് അവിടെ പോകാൻ പറ്റും. എത്ര പ്ലാൻ ചെയ്താലും ചിലപ്പോൾ നമുക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല. മഹേശ്വരി ഗുണദായി സർവശുഭകാരിണി. ബഹുമാനപ്പെട്ട സർ, മറ്റു വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീ ഭദ്രാദേവിയും ശ്രീ ദുർഗാദേവി ഒരുമിച്ച് കുടികൊള്ളുമ്പോൾ ശ്രീ പണിമൂല ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചും ഇവിടെ 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ആഘോഷങ്ങളെക്കുറിച്ചും, അതുപോലെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ, അതും പുരുഷന്മാർ പൊങ്കാലയിടുന്ന ഒരു ചരിത്രം ഈ അമ്പലത്തിൽ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇത്രയും വിശേഷതകളുള്ള പണിമൂല ഭഗവതി ക്ഷേത്രത്തിൽ എനിക്ക് വരാൻ സാധിച്ചതിൽ ആദ്യം തന്നെ ഒരുപാട് സന്തോഷം. തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ഒരാളായിട്ട് പോലും ഞാൻ ഇവിടെ ഇതുവരെ വന്നിട്ടില്ല, ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളത് എനിക്ക് തന്നെ ഒരു അതിശയം തോന്നുന്നു. അപ്പം ഇന്ന് നമ്മൾ പറയുമല്ലോ, ഏത് അമ്പലത്തിൽ വേണമെങ്കിലും അവിടുത്തെ ദേവിയുടെ ഒരു വിളി വന്നാലേ നമുക്ക് അവിടെ പോകാൻ പറ്റും. എത്ര പ്ലാൻ ചെയ്താലും ചിലപ്പോൾ നമുക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ആ ദേവിയുടെ ഒരു വിളി വന്നു കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ചിരിക്കാത്ത സമയത്ത് തന്നെ പെട്ടെന്ന് പോകാൻ പറ്റും. അതുപോലെ എനിക്ക് ദേവിയുടെ വിളി ഇന്നാണ് വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു അവാർഡിന് വേണ്ടി എന്നെ ഇവിടെ തിരഞ്ഞെടുത്ത ഇതിൻ്റെ ഭാരവാഹികളോട് എല്ലാവരോടും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എനിക്കിന്ന് പറയേണ്ട ജയകുമാർ സാറിൻ്റെ നമ്മുടെ സാറിൻ്റെ വലിയ രാശിയുള്ള കൈയാണ്. സാറിൻ്റെ വീട്ടിൽ നിരവ് കുറേ പ്രാവശ്യമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അവാർഡുകൾ ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യമുണ്ടായി. എന്താ പറയേണ്ടതാണ് വയ്ക്കുന്നത്. ഇന്നലെ ഞങ്ങൾക്ക് സമം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സിംഗേഴ്സിൻ്റെ ഓർഗനൈസേഷൻ്റെ ഒരു പ്രോഗ്രാം പാലക്കാട് ഉണ്ടായിരുന്നു. SPB സാറിൻ്റെ ഒരു സ്മാരകം ഉണ്ടാക്കുന്ന ആ ചടങ്ങായിരുന്നു. അപ്പം അവിടുത്തെ ചൂടും രാത്രിയിൽ വെളുപ്പിനെ ഇന്ന് എത്താൻ വേണ്ടിയിട്ട് വെളുപ്പിനെ ഉറക്കമില്ലാതെയൊക്കെ വന്നതിലേക്ക് എനിക്കൊരു ക്ഷീണവും ഒരു ചെറിയ ജലദോഷവും തൊണ്ടവേദനയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം ടെൻഷൻ എന്താണെന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ അങ്ങനെ പെർഫെക്ഷൻ നോക്കിയിട്ട് അങ്ങനെയൊന്നും അല്ല. പക്ഷേ ഇപ്പം എല്ലാവരും ഇങ്ങനെ ആസ്വദിക്കുന്നതിന് പോലെ ഇങ്ങനെയാണ് ആസ്വദിക്കുന്നത്. അപ്പം തന്നെ എന്ത് തെറ്റ് വന്നാലും അപ്പത്തേക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ അത് പോകും. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ പേടി. ആരും വീട്ടിൽ എടുക്കില്ലെങ്കിൽ ഞാൻ ധൈര്യമായിട്ട് പാടാം. അല്ല, അങ്ങനെ പറഞ്ഞതല്ല, ഞാൻ തെറ്റിദ്ധരിക്കരുത്. അല്ല, സത്യം ഇപ്പം ആസ്വാദന രീതി ഇപ്പം ഇങ്ങനെയാണ്. എല്ലാവരും ആരും ഫോണില്ലാണ്ട് പാട്ട് കേൾക്കുന്നില്ല, നേരിട്ട് ആസ്വദിക്കുന്നില്ല. എല്ലാം അപ്പോൾ വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുന്നൊരു പ്രവണതയാണ്. അത് ഞങ്ങൾക്ക് പാട്ടുകാർക്ക് ഭയങ്കര ടെൻഷനാണ്. എപ്പോഴും വിചാരിക്കുന്ന പോലെ പെർഫെക്ഷൻ നമുക്ക് പാടാൻ പറ്റില്ല. ഒരുപാട് കുറ്റങ്ങളും തെറ്റുകളും ഉണ്ടാവും. ഞാൻ ഈ ഒരവസ്ഥയിൽ ഞാൻ പാടിക്കോട്ടെ, നിങ്ങളാരും ഞാൻ നാളെ പാടാം. ജയകുമാർ സാറിൻ്റെ ആദ്യമായിട്ട് ഞാൻ പാടിയ പാട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ നീലക്കടമ്പ് എന്നുള്ള ചിത്രത്തിലത്തെ കുടജാഗരയിൽ എന്നുള്ള പാട്ടാണ്. അപ്പം അതിൻ്റെ കുറച്ചൊരു അതിന് മുമ്പ് വേറൊരു ദേവിയെക്കുറിച്ചുള്ളൊരു പാട്ട് പാടിയിട്ട് അവരോട്. അമ്മമാർക്കെല്ലാം ഒരമ്മ പണിമൂല ഭഗവതി അമ്മ അമ്മമാർക്കെല്ലാം ഒരമ്മ പണിമൂല ഭഗവതി അമ്മ. കലകൾക്കും അമ്മ, ശിലകൾക്കും അമ്മ, കാടിനും നാടിനും അമ്മ. നമ്മൾ കണ്ട ദൈവമാണമ്മ, കണ്ട ദൈവമാണമ്മ. അമ്മമാർക്കെല്ലാം ഒരമ്മ പണിമൂല ഭഗവതി അമ്മ. നക്ഷത്ര ദീപങ്ങൾ മിന്നുന്നൊരാകാശം മുത്തുകൂടയാക്കുമമ്മേ.
സത്യം പുലർത്തുന്നൊരമ്മ, അമ്മമാർക്കെല്ലാം ഒരമ്മ, പണിമൂല ഭഗവതി അമ്മ. പൂജാമണികൾ മുഴങ്ങുമീ നാടിൻ്റെ പൂമുഖ ശ്രീയായൊരമ്മേ, അഖില ചരാചരം സൃഷ്ടിച്ചൊരമ്മേ, അമൃതം വിളമ്പുന്നൊരമ്മേ, സത്തിനുമമ്മ ചിത്തിനുമമ്മ നീ, സച്ചിദാനന്ദങ്ങൾക്കമ്മ. സത്യം പുലർത്തുന്നൊരമ്മ, അമ്മമാർക്കെല്ലാം ഒരമ്മ, പണിമൂല ഭഗവതി അമ്മ. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി, ഗുണദായിനി സർവശുഭകാരിണി. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി, ഗുണദായിനി സർവശുഭകാരിണി. മംഗളമന്ദസ്മിതം കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി, ഗുണദായിനി സർവശുഭകാരിണി. നാദാത്മികേ ദേവി മൂകാംബികേ, നാദാത്മികേ ദേവി മൂകാംബികേ, ആദിപരാശക്തി അഴലിൻ്റെ ഇരുൾ വന്നൂടുന്ന മിഴികളിൽ നിറകതിർ നീ ചൊരിയൂ, ജീവനിൽ സൂര്യോദയം തീർക്കൂ. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി, ഗുണദായിനി സർവശുഭകാരിണി. വിദ്യാവിലാസിനി വരവന്ദിനി ശിവകാമേശ്വരി ജനനി, വിദ്യാവിലാസിനി വരവന്ദിനി ശിവകാമേശ്വരി ജനനി. ഒരു ദുഃഖബിന്ദുവായി മാറുന്ന ജീവിതം കരുണാമയമാക്കൂ, ഹൃദയം സൗപർണികയാക്കൂ. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി, ഗുണദായിനി സർവശുഭകാരിണി. കാതര ഹൃദയ സരോവര നിറുകയിൽ ഉദയാങ്കുലിയാകൂ, മംഗളമന്ദസ്മിതം തോകൂ. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി, ഗുണദായിനി സർവശുഭകാരിണി. ഈ അവാർഡ് നൽകി അനുഗ്രഹിച്ച ദേവസാർ
അദ്ദേഹത്തിൻ്റെ ദീർഘായുസ്സും ആരോഗ്യവും എല്ലാ സൗഭാഗ്യവും ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഏവർക്കും ദേവിയുടെ പരിപൂർണ്ണ കടാക്ഷവും അനുഗ്രഹവും ലഭിക്കട്ടെ.